ഇനി നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല സാലറി നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. മെയിനായിട്ടുള്ള ലക്ഷ്യം കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. പേഴ്സണൽ ബ്രാൻഡ് ആവുക എന്നുള്ളത് നമ്മളോട് പല ആൾക്കാരും പല സമയങ്ങളിൽ ഉപദേശിച്ചിട്ടുണ്ടാവും. പേഴ്സണൽ ബ്രാൻഡ് ആവുക, പേഴ്സണൽ ബ്രാൻഡ് ആവണം എന്ന് പറഞ്ഞിട്ട്. പേഴ്സണൽ ബ്രാൻഡ് ആവുക എന്നുള്ള അതിലുള്ള ബെനിഫിറ്റ്സുകൾ മെയിൻലി നമുക്ക് എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? നല്ല കാശ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് ആണെങ്കിൽ നമുക്ക് നല്ല കാശ് ഉണ്ടാക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. അതായത് നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഹൈ ചാർജ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല സാലറി നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. മെയിനായിട്ടുള്ള ലക്ഷ്യം കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. സെക്കൻഡ്ലി വരുന്നത്, നമ്മളൊരു സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് ആണെങ്കിൽ നമുക്ക് ക്രൗഡിൻ്റെ ഇടയിൽ നല്ലൊരു അറ്റൻഷൻ കിട്ടും. അതായത് ഒരു ഇവൻറ്റുകൾ വരികയാണെങ്കിൽ നമ്മളെ ആൾക്കാർ കൂടുതൽ ഫോക്കസ് ചെയ്യും. അതിന് ബ്രാൻഡുകളാണെങ്കിലും അതല്ലെങ്കിൽ പിന്നെ ക്ലയൻസ്, ഓഡിയൻസ് എല്ലാവരും നമുക്ക് എന്ത് ചെയ്യും? അതെ, പെട്ടെന്ന് അറ്റൻഷൻ നമ്മളെ നേരെ വരും. പിന്നെ മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒരു പക്ഷേ ബ്രാൻഡുകൾ, ഓഡിയൻസ് ഇവർ നമ്മളെടുത്ത് വന്നിട്ട് നമ്മളോട് പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടും. ബിക്കോസ് നമ്മളൊരു സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡാണ്. അതുകൊണ്ട് നമുക്കുള്ള വാല്യൂസ് അവർ കാണുന്നുണ്ട്, അവരറിയുന്നുണ്ട്, നമ്മളിലൂടെയുള്ള ബിസിനസ്സിൻ്റെ വളർച്ച അവരെ കാണുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും? അവർ പെട്ടെന്ന് നമ്മളോട് പാർട്ണർഷിപ്പിന് നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ നാലാമതുള്ള കാര്യം എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ക്ലയൻസിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അതായത് കുറഞ്ഞ പൈസ നമുക്ക് ഇത്ര ചെയ്തു തരുമോ അത്ര ചെയ്തു തരുമോ എന്ന് ചോദിക്കാത്ത നല്ല, അതായത് നമ്മൾ ചാർജ് ചെയ്യുന്നത് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ക്ലയൻസ്, അതിൽ കൂടുതൽ ബാർഗൈനിങ് ഒന്നും ഇല്ലാത്ത ക്ലയൻസിനെ നമുക്ക് അട്രാക്ട് ചെയ്യാം. ഇതൊക്കെ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് ആയാലും മാത്രമേ എന്ത് ചെയ്യൂ, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതാണ് നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് ആവുക എന്ന് പല ആൾക്കാരും നമ്മളോട് ഉപദേശിക്കാൻ കാരണം.